ഹായ് എവ്രിവൺ 2024 ജൂലൈയിൽ നടന്ന സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 to ക്വസ്റ്റ്യൻ നമ്പർ 30 നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻ എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വെദർ ഇറ്റ് ഈസ് ഇനാൻഷ്യോ സെലക്റ്റീവ്, ഡയാസ്റ്റീരിയോ സെലക്റ്റീവ്, റീജിയോ സെലക്റ്റീവ് ഓർ സ്റ്റീരിയോ സ്പെസിഫിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഹിന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവരിവിടെ ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് ആക്ച്വലി 3:1 റേഷ്യോയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ എറിത്രോ 3 times ഫോം ചെയ്യുമ്പോൾ 3:1 ടൈമേ ഫോം ചെയ്യുന്നുള്ളൂ. വിച്ച് മീൻസ് ദിസ് ഇസ് എ സെലക്റ്റീവ് റിയാക്ഷൻ. എറിത്രോ സെലക്റ്റീവ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സ്പെസിഫിക് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. സോ ദിസ് ഇസ് എ സെലക്റ്റീവ് റിയാക്ഷൻ. നൗ എന്താണ് ആക്ച്വലി എറിത്രോയും ത്രിയോയും എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് കൂടെ മനസ്സിലാക്കണമെങ്കിൽ CH3- ആണ്. ഇയാൾ കാർബണിൽ ഇലക്ട്രോഫിലിക് കാർബണിൽ പോയി അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ CH3 വരും. പിന്നീട് ഇയാൾ എന്ത് ചെയ്തോളും, ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തോളും. ബട്ട് ദിസ് ഇസ് നോട്ട് ദ ഇഷ്യൂ ഹിയർ. ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഇത് എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്നാണ് നമ്മൾ പറയേണ്ടത്. സോ എന്താണ് എറിത്രോ, എന്താണ് ത്രിയോ എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിലാണെങ്കിൽ നമ്മൾ ഇതിനെ എറിത്രോ എന്ന് വിളിക്കും. അറ്റ് ദ സെയിം ടൈം ഇവിടെ സെയിം ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ഇതിനെ ത്രിയോ എന്ന് വിളിക്കും. ഇനി എന്താണ് ആക്ച്വലി എറിത്രോയും ത്രിയോയും തമ്മിലുള്ള റിലേഷൻ? ദേ ആർ ആക്ച്വലി ഡയാസ്റ്റീരിയോമേഴ്സ്. എന്താണ് ഡയാസ്റ്റീരിയോമേഴ്സ്? ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ മിറർ ഇമേജസ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണെങ്കിൽ അവർ ഇനാൻഷ്യോമർ എന്ന് വിളിക്കും. ബട്ട് ഇവിടെ എന്താണ്? ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ മിറർ ഇമേജസ് ആണ്. സോ ദേ ആർ ഡയാസ്റ്റീരിയോമേഴ്സ്. സോ ഇതേ ഒരു കാര്യമാണ് നമ്മളുടെ പ്രൊഡക്റ്റിനെയും നമുക്ക് എഴുതാൻ പറ്റും. ഈ രണ്ട് കാർബൺസ് ആക്ച്വലി എന്താണ്? കൈറാൽ കാർബൺ ആണ്. നോക്കിക്കോളൂ, ഈ കൈറാൽ കാർബണെ ഇതിനെ ഞാൻ 1, 2 എന്ന് വിളിച്ചാൽ ഇതിനെ ഫിനൈൽ റിംഗ് എന്നും ഇവിടെ എന്ത് ചെയ്യാം, OH. രണ്ട് കാർബണിലും CH3 ഉണ്ട്. CH3 H. സോ ദിസ് ഈസ് ആക്ച്വലി എറിത്രോ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ത്രിയോ ആയിരിക്കും. സോ ഇവരെന്താണ് ആക്ച്വലി? ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ എന്ത് വരും? 1B എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഒരു പെരിസൈക്ലിക് റിയാക്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. പെരിസൈക്ലിക് റിയാക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് ഇലക്ട്രോസൈക്ലിക് ആണോ, സിഗ്മാട്രോപിക് ആണോ, സൈക്ലോ അഡിഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രിക്ക് ഉണ്ട് അല്ലേ. സിഗ്മാട്രോപിക് ആണെങ്കിൽ ഒരു റിയാക്ഷൻ തന്നിട്ട് സിഗ്മാട്രോപിക് റിയാക്ഷൻ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഡെൽറ്റ സിഗ്മയോ ഡെൽറ്റ പൈയോ 0 ആയിരിക്കും. എന്താണെന്ന് പറഞ്ഞു തരാം. ഇനി ഇലക്ട്രോസൈക്ലിക് ആണെങ്കിൽ ഡെൽറ്റ സിഗ്മ, ചേഞ്ച് ഇൻ ഡെൽറ്റ സിഗ്മ ഓർ പൈ ബോണ്ട് എത്രയായിരിക്കും? +or-1. ഇനി സൈക്ലോ അഡിഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ സിഗ്മ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൈ ബോണ്ട് ഓർ സിഗ്മ ബോണ്ട് +or-2. സിമ്പിൾ ആണ്. റിയാക്ടന്റിൽ 3 പൈ ബോണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ പ്രൊഡക്റ്റിൽ എത്ര പൈ ബോണ്ട് ആണുള്ളത്? 1 പൈ ബോണ്ട്. വിച്ച് മീൻസ് 2 പൈ ബോണ്ടിന്റെ ചേഞ്ച് ആണുള്ളത്. വിച്ച് മീൻസ് ഈ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? സൈക്ലോ അഡിഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ആൻസർ D. തേർഡ് ക്വസ്റ്റ്യനിൽ ഈ ഒരു ഗിവൺ മോളിക്യൂൾ തെർമൽ കണ്ടീഷനിൽ ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് ഈ മോളിക്യൂൾ ഒന്ന് ഇതേപോലെ വരച്ചു നോക്കാം. ഈ മോളിക്യൂൾ ഞാൻ ഇതേപോലെ വരയ്ക്കുകയാണ്. വെഡ്ജ് ഡാഷ് ഫോർമുലയൊക്കെ വരച്ചുകൊണ്ട് ഹൈഡ്രജൻ CH3 H എന്ന് ഞാൻ വരയ്ക്കുകയാണ്. ഇതൊരു തേർമൽ കണ്ടീഷനിലാണ്. തേർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. ഇവിടുന്ന് പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 2 ആരോസ് ആണുള്ളത്. വിച്ച് മീൻസ് 4 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണിത്. 4 പൈ ഇലക്ട്രോൺ സിസ്റ്റം ഇൻ പ്രസൻസ് ഓഫ് തേർമൽ കണ്ടീഷൻ. എന്ത് ടൈപ്പ് ഓഫ് റൊട്ടേഷൻ ആകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതാണ് കാര്യം. 4n പൈ സിസ്റ്റം തെർമൽ കണ്ടീഷനിലാണെങ്കിൽ കോൺ റൊട്ടേഷൻ ആയിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ 4n പൈ സിസ്റ്റം ആണെങ്കിൽ തെർമൽ കണ്ടീഷനിൽ കോൺ റൊട്ടേഷൻ ആയിരിക്കും നടക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ 4n പൈ സിസ്റ്റത്തിൽ
ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ അത് ഡിസ്റൊട്ടേഷനും 4n+2π ആണെങ്കിൽ അത് തെർമൽ കണ്ടീഷനിൽ ഡിസ്റൊട്ടേഷനും ഫോട്ടോ കെമിക്കൽ ആണെങ്കിൽ അതൊരു കോൺറൊട്ടേഷൻ ആണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമ്മുടെ കാര്യം 4nπ സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത്, കോൺറൊട്ടേഷൻ ആയിരിക്കും എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വരച്ച് വെക്കാം, ഡബിൾ ബോണ്ട്സ് ഇങ്ങനെ മനസ്സിലാക്കി. ഇനി ഈ CH3 ആക്ച്വലി എന്താണ്? കോൺറൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സെയിം സൈഡ് റൊട്ടേഷൻ ആണ്. കോൺറൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം സൈഡ് റൊട്ടേഷൻ. ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ CH3 റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് CH3 വരും, ഇൻസൈഡിലേക്ക് CH3 വരും, ഇങ്ങോട്ട് H വരും, പുറത്തേക്ക് ആര് വരും? H വരും. ഇനി ഈ ഒരു കാര്യത്തിലേക്കാണെങ്കിൽ, ഈ കാർബണിലേക്കാണെങ്കിൽ ഈ CH3 എന്ത് വരും? ഔട്ട് ഓഫ് ദ പ്ലെയിന് പോകും, ഇങ്ങനെ, ഔട്ട്സൈഡ് ദ പ്ലെയിന് പോകും. ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ പേരെന്തായിരിക്കും? 1 2 3 4 5 and then 6. സോ ഹെക്സാഡൈൻ ആണ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹെക്സാഡൈൻ ആണ് എല്ലാ ഓപ്ഷനും അതേപോലെ തന്നെയാണ്. രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലുമാണ് എന്ത് ഡബിൾ ബോണ്ട് ഉള്ളത് എന്നും കൂടെ നമുക്ക് മനസ്സിലായി. ഇനി കാര്യങ്ങൾ നോക്കൂ, ഇവിടെ H ആണല്ലോ ഉള്ളത്. സെയിം സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? Z2 എന്താണ്? Z. ഇനി 4ന്റെ കേസ് നോക്കൂ, H ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് നൊട്ടേഷൻ കൊടുക്കും? 4e കൊടുക്കും. അങ്ങനെയാണെങ്കിൽ 2Z4e 24 ഹെക്സാഡൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 4, തന്നിരിക്കുന്ന റിയാക്ഷൻ എന്ത് ടൈപ്പ് ഓഫ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി ഇതെന്താണ്? ഒരു കോപ്പ് റീഅറേഞ്ച്മെന്റ് ആണ്. കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. നോക്കിക്കോളൂ, കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി 1 2 3 4 5. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു 1,5 ഡൈൻ ആണ്. തൽക്കാലത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവരെ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള സാച്ചുറേറ്റഡ് കാർബണിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 1 എന്ന് നമ്പർ ചെയ്യുന്നു. 1 1. എന്നിട്ട് ഞാനിവിടെ 2 3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? നമ്പർ ചെയ്യുന്നു. ഇനി 2-3 കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 1 ബോണ്ട് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. 1 ബോണ്ട് ഐ ബ്രേക്ക് ചെയ്യുന്നു. 3 ബോണ്ട് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. 3 ബോണ്ട് ഫോം ചെയ്യുന്നു. 1 ബോണ്ട് ഡബിൾ ബോണ്ട് ചെയ്യുന്നു. 1 ബോണ്ട് എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട് ആക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടും. 1 2 3 നോക്കിക്കോളൂ, ഇതാണ് 1 2 3. ഈ 3 ബോണ്ട് ഞാൻ ഫോം ചെയ്യുന്നു. ഇതാണ് എൻ്റെ 1 2 3. ആൻഡ് 1 2 ബോണ്ട് എന്താവുന്നു? ഡബിൾ ബോണ്ട് ആവുന്നു എന്ന് ഞാൻ പറയുന്നു. അതേപോലെ ഇവിടെ നോക്കിക്കോളൂ, ഈ 3 ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെയാവുന്നു. ഓൾറൈറ്റ്, ഇപ്പോഴും ഇതെന്ത് തന്നെയാണ്? ഒരു 1,5 ഡൈൻ ആണ്. 1 2 3 4 5 1,5 ഡൈൻ തന്നെയാണ്. സോ ഇങ്ങനെയുള്ള ഒരു റിയാക്ഷൻ ആണ് എന്ത്? കോപ്പ് റീഅറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ സാച്ചുറേറ്റഡ്. ഇതിന് ഞാൻ എന്ത് കൊടുക്കുന്നു? 1 എന്ന് കൊടുക്കുന്നു. 2 3. അതേപോലെ ഈ ഒരു ഡബിൾ ബോണ്ടിന്റെ അഡ്ജസന്റ് സൈഡിൽ ഇവയാൾക്ക് എന്ത് കൊടുക്കുന്നു? 1 2 and 3. നോക്കിക്കോളൂ, നമ്മൾ പറഞ്ഞതുപോലെ 1 ബോണ്ട് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്ത് ചെയ്യുന്നു? 2 ഇതാണ് 1, ഇതാണ് നമ്മുടെ 2, ഇതാണ് നമ്മുടെ 3. 1 2 എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതേപോലെയാണ് ഇവിടെയും. നോക്കിക്കോളൂ, 1 2 എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. 3 എന്ത് ചെയ്തിരിക്കുന്നു? ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. വിച്ച് മീൻസ് ഇതെന്താണ്? ഒരു കോപ്പ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ആണ്. 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ് നോൺ അരോമാറ്റിക് ഇൻ നേച്ചർ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത്, നോക്കിക്കോളൂ, അനുലീൻ സിസ്റ്റംസ് ആണ് അല്ലേ? എല്ലാം എന്താണ്? അനുലീൻ സിസ്റ്റംസ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ 2 3 4 5 6 വിച്ച് മീൻസ് 12 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. 12 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എൻ ആന്റി അരോമാറ്റിക് സിസ്റ്റം, 4n പൈ ഇലക്ട്രോൺ സിസ്റ്റം അല്ലേ? നൗ കമ്മിങ് ബാക്ക് ടു ദിസ് ഓപ്ഷൻ, 3 6 9 വിച്ച് മീൻസ് 18 പൈ ഇലക്ട്രോൺസ്. അതായത് 4n+2 പൈ ഇലക്ട്രോൺ ആണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി എന്താണ്? അരോമാറ്റിക് സിസ്റ്റം ആണ്. ദിസ് ഇസ് ആക്ച്വലി അരോമാറ്റിക്. ആൻഡ് ദിസ് വൺ 3 4 3 ഇത്രയാണ് 7 7 എന്ന് പറയുമ്പോൾ 14 പൈ ഇലക്ട്രോൺസ്. എഗെയിൻ എന്താണ്? 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം. എഗെയിൻ ഇതെന്താണ്? ഒരു അരോമാറ്റിക് സിസ്റ്റമാണ്.
പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് മോളിക്യൂളാണ് നോൺ അരോമാറ്റിക് ഇൻ നേച്ചർ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്കുകയാണെങ്കിൽ 10 പൈ ഇലക്ട്രോൺസ് ആണ് അല്ലേ. 10 പൈ ഇലക്ട്രോൺസ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, 4n+2 പൈ ഇലക്ട്രോൺ എന്നുള്ള രീതിയിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഒരു അരോമാറ്റിക് സിസ്റ്റം ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്. ക്യാച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ 2 ഹൈഡ്രജൻ ട്രാൻസ് ഹൈഡ്രജൻസ് റിപ്പൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്ലനാരിറ്റി എന്ത് ചെയ്യും, ലോസ് ചെയ്യും. ഇതിൻ്റെ പ്ലനാരിറ്റി ലോസസ് ഇറ്റ്സ് പ്ലനാരിറ്റി. അങ്ങനെ പ്ലനാരിറ്റി ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവരെന്തായിരിക്കും, ഇവരൊരു അരോമാറ്റിസിറ്റിയിൽ നിന്ന് മാറി ഇവരെന്ത് ചെയ്യും, നോൺ അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. നിങ്ങൾക്കറിയാം അരോമാറ്റിക് കോമ്പൗണ്ട് ആവണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ് മോളിക്യൂൾ ഷുഡ് ബി പ്ലാനാർ. സോ ഇവരെന്താണ്, ഇവരുടെ റിപ്പൽഷൻ കാരണം പ്ലനാരിറ്റി നഷ്ടപ്പെടുകയും അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, നോൺ അരോമാറ്റിക് ഇൻ നേച്ചറായി മാറുകയും ചെയ്യും. സോ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്താണ്, എ ആണ് നമ്മുടെ ഓപ്ഷൻ. 7th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ക്യാൻ റിലീസ് എ പ്രോട്ടോൺ ഈസിലി ഇൻ ബേസിക് മീഡിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണെന്ന് എനിക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയി പറയാം. കാരണം ഒരു സൈക്ലോപെൻറ്റാഡൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു പ്രോട്ടോൺ റിലീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ നമുക്ക് കിട്ടും. സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ വിച്ച് ഇസ് ആക്ച്വലി എന്താണ്, അരോമാറ്റിക് ഇൻ നേച്ചർ ആണ്. നിങ്ങൾ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, സൈക്ലോപെൻറ്റാഡൈൻ വിച്ച് ഇസ് വെരി സ്റ്റേബിൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് അരോമാറ്റിസിറ്റി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. 8th ക്വസ്റ്റ്യൻ, ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ്. നമ്മളൊരു വീഡിയോ ചെയ്തതാണ്, ഞാൻ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുക്കാം. ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. 1 to ആൽക്കൈൽ ഷിഫ്റ്റ് ആണ്. 1 to ആൽക്കൈൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് നൈട്രജൻ ആയിരിക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിത്ത് മെക്കാനിസം നമ്മൾ എന്ത് ചെയ്തതാണ്, കവർ ചെയ്തതാണ്. എന്നിരുന്നാലും ഞാൻ പറയാം, നമ്മളൊരു ഓക്സൈം എടുക്കുകയാണെങ്കിൽ C+N-OH, ഇതാണെന്ത്, ഒരു ഓക്സൈം എടുക്കുകയാണെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡിലോ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ടുള്ള PCl5 എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഈ വാട്ടർ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നൈട്രജൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ആക്ച്വലി എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഈ ആൽക്കൈൽ ഷിഫ്റ്റ് 1 to ആൽക്കൈൽ ഷിഫ്റ്റ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ദിസ് ഇസ് ആക്ച്വലി ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ്. കൂടുതൽ മെക്കാനിസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നോക്കിക്കാണുക. 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ അയോൺ വിച്ച് പൊസസ് ദി ഹയസ്റ്റ് കൊയാഗുലേറ്റിംഗ് കപ്പാസിറ്റി അഗെയിൻസ്റ്റ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ എന്നാണ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിൻ്റെ ചാർജ് എന്താണ്, ഹൈഡ്രോക്സൈഡ് സോളിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ കൊയാഗുലേറ്റിംഗ് പവർ ആർക്കായിരിക്കും, നെഗറ്റീവ് അയോണിനായിരിക്കും. നെഗറ്റീവ് അയോൺ കൂടുതൽ ഹയർ ചാർജ് ഉള്ള നെഗറ്റീവ് അയോണിന് ഹയർ കൊയാഗുലേറ്റിംഗ് പവർ ആയിരിക്കും. സോ ഓപ്ഷൻ എന്തായിരിക്കും, ഫോസ്ഫേറ്റ് അയോൺ, PO4 3-. ക്വസ്റ്റ്യൻ നമ്പർ 10, ഫോട്ടോ സിസ്റ്റം 2-ൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അസിസ്റ്റ് ചെയ്യുന്ന മെറ്റൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായി മനസ്സിലാക്കുക, ബയോ ഇനോർഗാനിക് ആണ്, നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും, മാംഗനീസ് ആയിരിക്കും ഓപ്ഷൻ. സോ ഓപ്ഷൻ സി, 10th സി. ഇനി Ce4+, സീറിയം അല്ലെ, സീറിയം 4+ അയോൺ ഷോസ് ഓറഞ്ച് കളർ ഡ്യൂ ടു എന്ത് ട്രാൻസിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് സീറിയത്തിൻ്റെ കോൺഫിഗറേഷൻ, സിനോൺ 4f1 5d1 6s2. ഈ കാര്യം നിങ്ങൾ അറിയണം. സീറിയം ടു ലുട്ടേഷ്യമാണ് ലാന്തനൈഡ്സ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മെമ്പറാണ്. ഓൾറൈറ്റ്. അപ്പോൾ Ce4+ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 ഇലക്ട്രോൺ ഇവിടുന്ന് പോയി, 1 ഇലക്ട്രോൺ ഇവിടുന്നും പോയി, ഇവിടുന്നും പോയി. അങ്ങനെയാണെങ്കിൽ FF ട്രാൻസിഷൻ നടക്കുമോ? ഇല്ല. കാരണം Fൽ ഇലക്ട്രോൺസ് ഇല്ല. DDയിലും ആക്ച്വലി എന്തില്ല, ഇലക്ട്രോൺസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ, ചാർജ് ട്രാൻസ്ഫർ റിയാക്ഷൻ കൊണ്ടായിരിക്കും എന്ത് നടക്കുക, Ce4+ ഓറഞ്ച് കളർ കാണിക്കുന്നത്. ഇതേപോലുള്ള റിയാക്ഷനാണ് KMnO4 ഷോസ് പർപ്പിൾ പിങ്ക് അല്ലേ. KMnO4 ഷോസ് പർപ്പിൾ പിങ്ക്. Mn+7 ആണ് അല്ലേ. ഡിയിൽ ഇലക്ട്രോൺസ് ഉണ്ടോ? ഡിയിൽ 0 ഇലക്ട്രോൺസ് ആണ്. ഇവരെന്തുകൊണ്ടാണ് കളർ കാണിക്കുന്നത്, ചാർജ് ട്രാൻസ്ഫർ റിയാക്ഷൻ, നോട്ട് ബിക്കോസ് ഓഫ് DD ട്രാൻസിഷൻ. ഡി ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ സി, 11th ഓപ്ഷൻ സി എന്നുള്ളത് മനസ്സിലാക്കുക. 12th ക്വസ്റ്റ്യൻ, ഫോർ ദ കോംപ്ലക്സ് COF6 3- ഒക്ടാഹൈഡൽ കോംപ്ലക്സ് ആണ് അല്ലേ. ഒക്ടാഹൈഡൽ കോംപ്ലക്സ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ T2G ഓർബിറ്റൽ ആയിട്ടും EG ഓർബിറ്റൽ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു.
-2/5 ഡെൽറ്റ ഒ ആയിട്ട് അല്ലെങ്കിൽ -0.4 ഡെൽറ്റ ഒ ആയിട്ട് ലോവർ ചെയ്യപ്പെടുന്നു T2g ഓർബിറ്റൽസ്. 3/5 ഡെൽറ്റ ഒ അല്ലെങ്കിൽ 0.6 ഡെൽറ്റ ഒ ആയിട്ട് ഈ എനർജി ലെവൽസ് EG എനർജി ലെവൽസ് എന്ത് ചെയ്യപ്പെടുന്നു? ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്റ്റെബിലൈസേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് CFSE അല്ലേ. ഒബ്വിയസ്ലി ഫ്ലൂറിൻ എന്താണ്? വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. CO3+ അല്ലെ. CO3+ ആണെങ്കിൽ എന്തായിരിക്കും? കൊബാൾട്ടിന്റെ കോൺഫിഗറേഷൻ എന്താണ്? 4s2 3d7. അങ്ങനെയാണെങ്കിൽ CO3+ എന്തായിരിക്കും? 3d6 ആയിരിക്കും അല്ലെ. 3d6 ആണെങ്കിൽ 1 2 3 4 5 and then 6. ആദ്യത്തെ 5 ഇലക്ട്രോണുകൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും T2gയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. 4 × -0.4 പ്ലസ് എന്തായിരിക്കും? 2 × 0.6. ഇത് എത്രയായിരിക്കും? -1.6 പ്ലസ് 1.2 എത്ര വരും? -0.4 ഡെൽറ്റ ഒ, വിച്ച് മീൻസ് 0.4 ഡെൽറ്റ ഒ എന്ന് വളരെ ഈസിലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. CFSE എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യനും ആക്ച്വലി നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കാൽഷ്യത്തിനെ മറ്റു മെറ്റലുകളുടെ പ്രസൻസിൽ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, മഗ്നീഷ്യത്തിനെയും അതർ മെറ്റൽസിന്റെയും പ്രസൻസിൽ എങ്ങനെ കാൽഷ്യത്തിനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഇതെന്താണ്? കാൽക്കോൺ കാർബോക്സിലിക് ആസിഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിൻ്റെ കോമൺ നെയിം ആണ് എന്ത്? പെറ്റോൺ ആൻഡ് റീഡർ എന്ന് പറയുന്നത്. അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. ഓൾറൈറ്റ്, 14ാമത്തെ ക്വസ്റ്റ്യൻ. The material used in ion exchange and molecular sieves is എന്താണ്? പെർമ്യൂട്ടേറ്റ്. ഇതും കാര്യം നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 14 എന്താണ്? C. 15. The metalloprotein function as electron carrier is. മയോഗ്ലോബിൻ എന്താണ്? ആക്ച്വലി നമുക്ക് നോക്കാം, ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. മയോഗ്ലോബിൻ എന്താണ്? ടിഷ്യൂസിൽ എന്ത് ചെയ്യുന്നതാണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ത്? മയോഗ്ലോബിൻ. ഇനി ക്ലോറോഫിൽ എന്താണ്? പ്ലാന്റ്സിൽ കാണപ്പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഒന്നല്ല ഇവരുടെ റിയാക്ഷൻ. ആൻഡ് സൈറ്റോക്രോമുമല്ല, സോറി സൈറ്റോക്രോം ആണ് ആക്ച്വലി എന്താണ് നമ്മുടെ ആൻസർ. ഇലക്ട്രോൺ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? സൈറ്റോക്രോം ആണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following cannot be used as a precursor to biosynthesis of steroids? ഇതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ എന്താണ്? റെറ്റിനോൾ. എന്താണ്? ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ബയോ ഇനോർഗാനിക്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് ദ ഫോർമുല ഓഫ് ഇനോർഗാനിക് ബെൻസിൻ. എന്താണ് ആക്ച്വലി ഇനോർഗാനിക് ബെൻസിൻ? ഇനോർഗാനിക് ബെൻസിൻ്റെ ഫോർമുലയാണ് B3N3H6. ഇനോർഗാനിക് ബെൻസീൻ എന്ന് നമ്മൾ വിളിച്ചു പോരുന്നത്. ആക്ച്വലി ബെൻസീനുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഇനോർഗാനിക് ബെൻസീൻ, B3N3H6. ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ആവറേജ് സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. നോക്കൂ, ആവറേജ് സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √8RT/πm, വിച്ച് മീൻസ് ഈ πm R8 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം V ആവറേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? √T. √T becomes double that of at the temperature of 27 degrees Celsius. അതായത് നമ്മൾ പറയാണ് V1 at 27 degrees Celsius is directly proportional to എന്തായിരിക്കും? 300. കാരണം 27 degrees Celsius ഞാൻ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്തിട്ട് കെൽവിൻ ആക്കുന്നു. സോ ഇറ്റ് വിൽ ബി വാട്ട്? 300 കെൽവിൻ. ഇനി V2 എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു T2 ആയിരിക്കും അല്ലേ. ഇനി V1 ഉം V2 ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? V2/V1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 2:1 ആണ്, വിച്ച് മീൻസ് ഡബിൾ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. V2 എന്താണ്? V2/V1 2/1 is equal to V2 എന്താണ്? √T2/300 എന്ന് നമുക്ക് എഴുതാം. സ്ക്വയർ ചെയ്തോളൂ. T2 എന്താവും? 300 ഇങ്ങോട്ട് വരും. 300 × 4 എത്ര വരും? 1200. ഇനി കാണുമ്പോൾ തന്നെ കുട്ടികൾ ഇതാ ഈ ഒരു കുട്ടിയും എന്ത് എഴുതിയിട്ടുണ്ട്? ടിക്ക് ചെയ്തിട്ടുണ്ട് 1200 ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ അതല്ല ആൻസർ. ഇത് ആക്ച്വലി എന്താണ്? കെൽവിനിലാണ്. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്തിലാണ്? കെൽവിനിലാണ്. അങ്ങനെയാണെങ്കിൽ
273 മൈനസ് ചെയ്തുകൊണ്ട് 927 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ബി. 19th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് ബി ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. റിഡക്ഷൻ ആണ് NaBH4. എന്ത് നടക്കും? ബെൻസീൻ റിംഗിൽ റിഡക്ഷൻ നടക്കുമോ? ഇല്ല. OH റിഡക്ഷൻ നടക്കുമോ? ഇല്ല. NO2 എന്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും? NH2ലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് എഴുതാം, ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ OH ഇവിടെ എന്ത് സംഭവിക്കും? പാരാ പൊസിഷനിൽ എന്ത് ചെയ്യും? NO2 റിഡ്യൂസ് ചെയ്തുകൊണ്ട് NH2 ആയി കൺവേർട്ട് ചെയ്യപ്പെടും. അത് റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അസറ്റിക് എൻഹൈഡ്രേറ്റ് ആണ് അല്ലേ? ഇതെന്താണ്? അസറ്റിക് എൻഹൈഡ്രേറ്റ് ആണ്. ദിസ് ഈസ് ആക്ച്വലി കോൾഡ് അസറ്റിക് എൻഹൈഡ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? CH3COOH എലിമിനേറ്റ് ചെയ്തപ്പെടും. CH3 ഇവിടുന്ന് ഒരു എച്ചും ഇവിടുന്ന് CH3COOH എലിമിനേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെ കിട്ടും. ഫിനോൾ OH വരും. അതേപോലെ ഇവിടെ എന്ത് വരും? NH ഉണ്ടാവും. കാരണം ഒരു എച്ച് ഇവിടുന്ന് പോയി, ബാക്കി എന്താണുള്ളത്? ബാക്കി ഇവിടെ അറ്റാച്ച് ചെയ്തോളും. NHCO CH3. ഈ ഒരു കോമ്പൗണ്ട് ആക്ച്വലി എന്താണ്? ദിസ് ഈസ് ആക്ച്വലി പാരസെറ്റമോൾ. ദിസ് ഈസ് വാട്ട് വി കോൾ പാരസെറ്റമോൾ. നമ്മൾ പനിക്ക് കഴിക്കുന്ന മെഡിസിൻ ആക്ച്വലി പാരസെറ്റമോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 2NH3 ഡീകമ്പോസ് ചെയ്തുകൊണ്ട് N2+3H2 ആയി ഫോം ആകുന്നു. അതായത് 2 മോൾ അമോണിയ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മോൾ എന്താണ്? നൈട്രജൻ ആണ്. ഓൾറൈറ്റ്. അതായത് 1 മോൾ നൈട്രജൻ്റെ വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ. 2 മോൾ നൈട്രജൻ അമോണിയയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 34 ഗ്രാം ആയിരിക്കും. 34 ഗ്രാമിൽ നമുക്ക് 22.4 ലിറ്റർ നൈട്രജൻ നമുക്ക് കിട്ടും എന്ന് നമുക്ക് പറയാം. വിച്ച് മീൻസ് 340 ഗ്രാം അല്ലേ? നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 340 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 224 ലിറ്റർ നൈട്രജൻ നമുക്ക് കിട്ടും. ഓപ്ഷൻ ഡി. 20 ഓപ്ഷൻ എന്താണ്? ഡി. 21 എന്താണ് പറയുന്നിരിക്കുന്നത്? എൻഡോതെർമിക് ആണ്. റിയാക്ഷൻ എന്താണ്? എൻഡോതെർമിക്. അതായത് ΔH എന്താണ്? പോസിറ്റീവ് ആണ്. സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് ആണെങ്കിൽ ΔG എന്തായിരിക്കും? <0. വിച്ച് മീൻസ് ΔG ഈസ് ഈക്വൽ ടു ΔH മൈനസ് T∆S അല്ലേ? അപ്പോൾ ΔH എന്താണ്? പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തായിരിക്കണം? ഒബ്വിയസ്ലി ഇയാൾ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലേ ഇയാൾ എന്ത് കിട്ടൂ? ΔG എന്ത് കിട്ടൂ? നെഗറ്റീവായിട്ട് കിട്ടും. ΔH ഒബ്വിയസ്ലി എന്താണ്? നോട്ട് ഈക്വൽ ടു 0 തെറ്റാണ്. ΔG ഗ്രേറ്റർ ദാൻ 0 ആണ്, അതും തെറ്റാണ്. ഇനി എൻട്രോപ്പി മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. എൻട്രോപ്പി നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഇയാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കണം? ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയാൽ മാത്രമേ നമുക്ക് ΔG എന്ത് കിട്ടൂ? നെഗറ്റീവ് കിട്ടൂ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എന്തായിരിക്കും? ബി. സോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 21B. 22 ദ ബോണ്ട് ഓർഡർ പ്രെഡിക്റ്റഡ് ഫോർ F22+. നോക്കൂ, ഈ F2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 18 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? F2 ഐ എം ടോക്കിംഗ് അബൌട്ട് F2. ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ 9 എത്ര ഇലക്ട്രോൺ ആണ്? 18 ഇലക്ട്രോൺ ആണ്. F22+ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ആക്ച്വലി 16 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അല്ലേ? ഓക്സിജനിൽ ബോണ്ട് ഓർഡർ എത്രയാണ്? 2 ആയിരിക്കും. സോ നിങ്ങൾ σ1s σ*1s എന്നുള്ളതൊന്നും എഴുതി കണ്ടുപിടിക്കേണ്ട. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആരാണെന്ന് നോക്കുക, ഓപ്ഷൻസ് മാർക്ക് ചെയ്യുക. 22A. 23 വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ പോസസ് sp3d2 ഹൈബ്രിഡൈസേഷൻ? sp3d2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1+3 ഒരു s ഓർബിറ്റൽ, 3p 2d എത്രയായിരിക്കും? 6. അതായത് എങ്ങനെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ കണ്ടെത്തും? ഹൈബ്രിഡൈസേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ. അപ്പോൾ നമുക്ക് 6 കിട്ടുന്നത് മാർക്ക് ചെയ്താൽ മതി. നമ്പർ ഓഫ് ലോൺ പെയർ. സോ നമുക്ക് നോക്കാം. IF എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? 3 ലോൺ പെയർ. 3 ലോൺ പെയറും ഒരു സിഗ്മ ബോണ്ടും എത്രയാണ്? 4. വിച്ച് ഈസ് നോട്ട് കറക്റ്റ്. IF3 ആണെങ്കിലോ നോക്കിക്കോളൂ. IF3 ആണെങ്കിൽ ഇതാണ് 3 ഫ്ലൂറിൻ ഉണ്ടാവും. എത്ര ലോൺ പെയർ ഉണ്ടാവും? 2 ലോൺ പെയർ ഉണ്ടാവും അല്ലേ? അപ്പോൾ 3ഉം 2ഉം എത്രയാണ്? 5. വിച്ച് ബേസിക്കലി എന്താണ്? IF7 ആണെങ്കിലോ
IF7 ആണെങ്കിൽ 7 സിഗ്മ ബോണ്ടാണ് വരിക അല്ലേ. 7 സിഗ്മ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും sp3d3 ആയിരിക്കും വരിക. ഇനി IF5 ആണെങ്കിലോ, IF5 ആണെങ്കിൽ അയഡിനിൽ 7 ഇലക്ട്രോൺസ് ആണ് അല്ലേ. 7 ഇലക്ട്രോൺസിൽ 5 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും ആയിരിക്കും, വിച്ച് മീൻസ് 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും sp3d2. കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓപ്ഷൻ എന്തായിരിക്കും ഡി, ഓപ്ഷൻ ഡി. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 25 COH2O6 2+ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ എന്താണ് ആക്ച്വലി ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. കൊബാൾട്ടിന്റെ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം 4s2 3d7 ആയിരിക്കും. CO2+ എന്ന് പറയുമ്പോൾ കോൺഫിഗറേഷൻ എന്തായിരിക്കും 3d7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. 7 ആണെങ്കിൽ 1 2 3 4 5 6 7. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, കോൺഫിഗറേഷൻ T2G5 EG2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 25 എന്തായിരിക്കും, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓസ്മിയം കാണിച്ചിരിക്കുന്ന മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓസ്മിയം +6 +7 +8 ഒക്കെ കാണിക്കും, പക്ഷെ ഇവിടെ +8 തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ ഡി +7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഷീസ് വിച്ച് ഡസ് നോട്ട് ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആക്ച്വലി ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? സെയിം എലമെന്റ് ഓക്സിഡൈസ് ചെയ്യപ്പെടുകയോ റെഡ്യൂസ് ചെയ്യുകയും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്പ്രപ്പോർഷനേഷൻ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു എലമെന്റ് CLന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തൊക്കെയാണ്, Cl -1 ആകാം, പിന്നെ എന്തൊക്കെയാവാം +1 ആകാം, +3 +5 +7. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, +7 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിൽ ഇയാൾക്ക് ഫർദർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇവർ ഓൾറെഡി ദേ ആർ അറ്റ് വോട്ട് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആൻഡ് Cl -1 ഇവർക്കിനി മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവർക്കിനി റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ബേസിക്കലി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റോ മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സോ ClO4- എന്താണ്, +7 ആണ്. ഇതിന് ഫെർദർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യപ്പെടാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +5. ഇതിന് +7 ഓക്സിഡൈസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ +3 എന്ത് ചെയ്യപ്പെടാം, റെഡ്യൂസ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ ഇവർക്കും ചെയ്യാം. ബട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് they are already at their maximum oxidation state. So option എന്തായിരിക്കും, ഓപ്ഷൻ സി, 27 സി. Now 28, which of the following is paramagnetic in nature എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബണയിൽ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ വനേഡിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 4s2 3d3 അല്ലേ, SATIV. സോ 4s2 3d3 ഒബ്വിയസ്ലി ഇതിനെന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും അല്ലേ. Fe ആണെങ്കിൽ D6 ആയിരിക്കും അല്ലേ. D6 ഒക്കെ ആണെങ്കിൽ പെയർ ചെയ്യപ്പെട്ട് എന്തായിരിക്കും, ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അതേപോലെ തന്നെ മോളിബ്ഡിനം എവിടെയാണ്, ക്രോമിയത്തിൻ്റെ ഗ്രൂപ്പിലാണ്. സോ D4 ആണ്. എഗെയിൻ എന്ത് ചെയ്യപ്പെടാം, D4 ആണെങ്കിൽ പെയറപ്പ് ചെയ്തിട്ട് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. നിക്കലും ആക്ച്വലി എന്താണ്, D8 കോൺഫിഗറേഷൻ ആണ്. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഡയാമാഗ്നറ്റിക് ആയിരിക്കും. സോ നമ്മുടെ വനേഡിയം D3 കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിരിക്കും. നൗ 29th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഒബേ 18 ഇലക്ട്രോൺ റൂൾ. നോക്കിക്കോളൂ, CO4 നോക്കിക്കോളൂ, ഇവിടെ എത്ര ഇലക്ട്രോൺ ആണ്, കൊബാൾട്ടിൻ്റെ ആകുമ്പോൾ 4s2 3d7 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 9 ഇലക്ട്രോൺ ഉണ്ടാവും. 4 കാർബണൈൽസ് ഉണ്ട്, 2 കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും, 4 × 8 2 ആയിരിക്കും. കാർബണൈലിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 2 ആണ്. അപ്പോൾ 9 8 എത്രയാണ്, 17 ഇലക്ട്രോൺ ആണ്. സോ ഒബേ ചെയ്യുന്നില്ല. സോ ഇതെന്താണ്, ഒബേ ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ നോക്കാം നമുക്ക്. മാംഗനീസ് എത്രയാണ്, മാംഗനീസ് ആക്ച്വലി 4s2 3d5. സോ 7, 5 കാർബണൈലാണ്. അങ്ങനെയാണെങ്കിൽ 2 കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് 10, ക്ലോറിൻ്റെത് 1 18. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി കാണാം. സോ മാംഗനീസ് അതേപോലെ തന്നെ 7 + 10 ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെയും 1 ആണ്. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും, 18 ആയിരിക്കും. ഇതിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ആക്ച്വലി Mn2CO18 എന്ന് പറയുന്ന കോംപ്ലക്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബേസിക്കലി നമ്മൾ പറയുന്നത് Mn2CO10 ആണ്.
മാംഗനീസ് Mn2CO10 എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാംഗനീസ് എന്തായിരിക്കും? ഇത് ആക്ച്വലി എന്താണ്? ഒരു 18 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ബട്ട് എനിക്കൊരു ഫെർദർ ആയിട്ടൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓപ്ഷൻ എ ആയിരിക്കും എന്തായാലും ആൻസർ. ഓൾറൈറ്റ്, Mn2CO10 ആണെങ്കിൽ ആക്ച്വലി എന്താണ് 18 ഇലക്ട്രോൺ മോളിക്യൂൾ. ഇത് ഫോം ആവുന്നുണ്ടോ, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. സോ ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ SCO2 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോംഡ് ഇൻ ദിസ് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ അറിയണം, റിയേജന്റ് SCO2 ആണ് തന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെർട്ടിക്കുലർലി ഇതെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയണം. ലെറ്റ്സ് സേ നമ്മളൊരു ആൽക്കീനാണ് എടുക്കുന്നതെങ്കിൽ നോക്കൂ, ഈ കാർബണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വിനൈൽ കാർബൺ എന്ന് വിളിക്കുന്നു. ഇനി ഈ കാർബൺ എന്താണ്? sp3 ആണ് അല്ലേ? ഇത് എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇവിടെ SCO2 ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ SCO2 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഹൈഡ്രജനെ മാറിയിട്ട് ഇവിടെ എന്ത് ചെയ്യപ്പെടും? OH റീപ്ലേസ് ചെയ്യപ്പെടും. അതായത് ഹൈഡ്രജൻ ഈസ് ഓക്സിഡൈസ് ടു OH. അതായത് ഈ കാർബണിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? അലൈലിക് കാർബൺ എന്ന് വിളിക്കാം. അലൈലിക് കാർബൺ ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നു? OH ആയി കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കാർബണൈൽ ഉണ്ട് അല്ലേ? ഇവിടെ എന്തുണ്ട്? ഒരു ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട്. ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ്, മീത്തൈലല്ല, മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട്. ഈ മെത്തിലീൻ ഗ്രൂപ്പ് എന്ത് ചെയ്യപ്പെടും? ഇവിടെ എന്ത് ചെയ്യപ്പെടും? ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് ഡബിൾ ബോണ്ട് O വരും. സോ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ആക്ച്വലി അലൈലിക് കാർബൺ എന്ത് ചെയ്യപ്പെടും? ഹൈഡ്രജനെ OH കൊണ്ട് റീപ്ലേസ് ചെയ്യും, വിച്ച് മീൻസ് ഓക്സിഡേഷൻ. ഇനി ഇവിടെയാണെങ്കിൽ കാർബണൈൽ കോമ്പൗണ്ട്സ് ആണെങ്കിൽ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് എന്ത് ചെയ്യപ്പെടും? ഡബിൾ ബോണ്ട് O ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? സൈക്ലോഹെക്സൻ 1,2 ഡയോൺ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ 31 to 60 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. താങ്ക് യു.